നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സഭയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വാക് തർക്കങ്ങൾ തന്നെ നടന്നു. പല കാര്യങ്ങളിലും ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷവും അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ഭരണപക്ഷവും രംഗത്തുണ്ടായിരുന്നു. അതിനിടയിൽ മുൻ മന്ത്രിയും MLA-യുമായ KK ശൈലജ നിയമസഭയിൽ സംസാരിക്കുന്നതിനിടെ സ്പീക്കർ AN ഷംസീർ ഇടപെട്ടു എന്ന രീതിയിൽ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായി സംസാരിച്ച KK ശൈലജയോട് വാക്കുകൾ നിയന്ത്രിക്കാനായി AN ഷംസീർ ആവശ്യപ്പെട്ടു എന്ന രീതിയിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഈ പരാമർശം വന്നിരിക്കുന്നത്. അതിൽ സ്പീക്കറായിട്ടുള്ള AN ഷംസീറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ പ്രചാരത്തിലുള്ള പോസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന തെളിവുകൾ സഹിതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. KK ശൈലജയ്ക്ക് അനുവദിച്ച 13 മിനിറ്റ് സമയം അവസാനിച്ചപ്പോൾ പ്രസംഗം ചുരുക്കാനാണ് സ്പീക്കർ യഥാർത്ഥത്തിൽ ആവശ്യപ്പെട്ടത്. കേരള നിയമസഭയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ സഭാ TV-യിൽ നിന്നും വീഡിയോയുടെ പൂർണ്ണരൂപം ലഭ്യമാണ്. 2024 ജൂലൈ 9-ാം തീയതി നിയമസഭയിൽ നടന്ന ധനവിനിയോഗ ബില്ലിന്റെ ചർച്ചയുടെ വീഡിയോ ആണ് ഇത്. വീഡിയോയിൽ സമയവും കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12:47-നാണ് സ്പീക്കർ AN ഷംസീർ KK ശൈലജയ്ക്ക് സംസാരിക്കാനായി 13 മിനിറ്റ് സമയം അനുവദിക്കുന്നത്. ധനാഭ്യർത്ഥനകളെ പിന്താങ്ങിക്കൊണ്ട് പ്രസംഗം ആരംഭിച്ച ശൈലജ അവസാന ഭാഗത്ത് കോൺഗ്രസിനെ വിമർശിക്കുന്നുമുണ്ട്. സമയം 1 മണിയായപ്പോൾ സ്പീക്കർ ബെൽ മുഴക്കുകയും സമയം അവസാനിച്ചു എന്നറിയിക്കാൻ യെസ് പ്ലീസ് എന്നീ വാക്കുകൾ ഉപയോഗിക്കുന്നതായും കാണാം. സ്പീക്കർ സമയം അവസാനിച്ചു എന്ന സൂചന നൽകിയ ശേഷം ഒറ്റൊരു മിനിറ്റ് സർ എന്ന് പറഞ്ഞുകൊണ്ടാണ് KK ശൈലജ പ്രസംഗം തുടരുന്നത്. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും എതിർക്കാൻ UDF-നും LDF-നും കഴിയണമെന്നും വടകരയിൽ ജമാഅത്തെ ഇസ്ലാമിക്കും SDPI-ക്കും സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല എന്നും KK ശൈലജ പറയുന്നുണ്ട്. ഇതിനിടെ പ്രതിപക്ഷത്തു നിന്നും ബഹളമുണ്ടാകുന്നു. ഈ അവസരത്തിലാണ് സ്പീക്കർ AN ഷംസീർ ടീച്ചർ സംസാരിച്ച് അത് കൺക്ലൂഡ് ചെയ്യൂ എന്ന് പറയുന്നത്. തുടർന്നും 13.5 മിനിറ്റായി എന്നും പ്ലീസ് എന്നും സ്പീക്കർ ആവർത്തിക്കുന്നുണ്ട്. സമയം 1 മണിയും 3 മിനിറ്റുമാകുന്നത് വരെ KK ശൈലജ സംസാരിക്കുന്നതായും വീഡിയോയിലുണ്ട്. സ്പീക്കർ കൺട്രോൾ എന്നല്ല പറഞ്ഞത് എന്നും കൺക്ലൂഡ് എന്നാണ് പറഞ്ഞത് എന്നും വീഡിയോയിൽ നിന്നും വ്യക്തമാണ്.